കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം സംബന്ധിച്ച് CPM കേന്ദ്ര കമ്മിറ്റിയുടെ അവലോകന റിപ്പോർട്ട് അവരുടെ വെബ്സൈറ്റിൽ വന്നതിന് ശേഷം കേരളത്തിലെ പാർട്ടിയിൽ കാണുന്നത് ചില ഡാർക്ക് സീനുകളാണ്. ഞാൻ മാത്രമായിട്ട് തിരുത്തപ്പെടാൻ പോകുന്നില്ല. എനിക്ക് മാത്രം വ്യക്തിപരമായിട്ട് ഈ പരാജയത്തിൽ യാതൊരു ഉത്തരവാദിത്വവുമില്ല. പാർട്ടി ഒന്നാകെയാണ് തിരുത്തലിന് വിധേയമാകാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് കയ്യും കാലും ഇട്ടടിക്കുന്ന രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് മാത്രമായിട്ട് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്നാണ് പറയുന്നത്. എന്താണ് നമ്മൾ കേന്ദ്ര കമ്മിറ്റിയുടെ അവലോകന റിപ്പോർട്ടായിട്ട് വെബ്സൈറ്റിൽ വായിച്ചത്? LDFിൻ്റെ പരാജയത്തിന്, CPMൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണിയുടെ പരാജയത്തിന് നീണ്ട ലിസ്റ്റ്, ഒരു പട്ടിക തന്നെ കേന്ദ്ര കമ്മിറ്റി പുറത്തിറക്കിയിട്ടുണ്ട്. ഇതിൽ പലതും ഏതാണ്ട് 75% സംസ്ഥാന കമ്മിറ്റി ഡൽഹിക്ക് അയച്ചു കൊടുത്ത റിപ്പോർട്ടിൻ്റെ നിരാകരണമാണ്. അതിൽ പറയുന്നത് ശരിയല്ല എന്ന് നേരിട്ടും അല്ലാതെയും കേന്ദ്ര കമ്മിറ്റി പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് അവർ എണ്ണി ഓരോ കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതെല്ലാം ചെന്ന് നിൽക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിലാണ്. തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് തിരിച്ചടി നേരിട്ടാൽ അതിൻ്റെ ഉത്തരവാദി ആരാ? അതിനെ നയിക്കുന്നവരാണ്, പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ്, അല്ലെങ്കിൽ പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നവരാണ്. ഒരു യുദ്ധത്തിൽ ഒരു സൈന്യം തോൽക്കുന്നു, അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? അതിൻ്റെ സുപ്രീം കമാൻഡർക്ക്, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള ആളുകൾക്ക്. ഇവിടെ സുപ്രീം കമാൻഡർ പിണറായി വിജയനാണെങ്കിൽ ഡെപ്യൂട്ടി സുപ്രീം കമാൻഡർ ആരാ? MV ഗോവിന്ദൻ മാഷ. സാധാരണ ഇതിൽ തിരിച്ചാണ് ഉണ്ടാവേണ്ടത്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സെക്രട്ടറിക്കാണ് പ്രാധാന്യം. പക്ഷേ ഇവിടെ അങ്ങനെ ആയിരുന്നില്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് മുഖ്യമന്ത്രിക്കാണ്, പിണറായി വിജയനാണ് സുപ്രീം കമാൻഡർ. ഇവിടെ ഡെപ്യൂട്ടി സുപ്രീം കമാൻഡർ പതിവെങ്കിലും MV ഗോവിന്ദൻ മാഷുണ്ട്. അപ്പോൾ ഉത്തരവാദിത്വം ആർക്കാം? ഇവർക്ക് 2 പേർക്കുവാ. അപ്പോൾ ആരാണ് അതിന് മറുപടി പറയേണ്ടത്? നടക്കാൻ പോകുന്നത് പാർട്ടിക്ക് മൊത്തമായിട്ടുള്ള തിരുത്തലാണെന്ന് എങ്ങനെ പറഞ്ഞൊഴിയാൻ സാധിക്കും? ആദ്യം തിരുത്തപ്പെടേണ്ടതാരാ? ഈ പാർട്ടിയെ, ഈ പാർട്ടിയുടെ മുന്നണിയെ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് നയിച്ചവർ. പറഞ്ഞാൽ ഓരോരോ കാരണങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. എന്തിന്? പിണറായി വിജയൻ്റെ പേരെടുത്ത് പറയുന്നില്ലെങ്കിലും അദ്ദേഹം പൊതു ഇടങ്ങളിൽ, മാധ്യമങ്ങളുടെ മുമ്പിൽ, പൊതുസമ്മേളനങ്ങളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ, ഇതൊക്കെ പാർട്ടിക്ക് ഇവിടെ ദോഷമായിട്ട് ബാധിച്ചു എന്ന് പറയുകയാണ്. പറഞ്ഞല്ലോ, പിണറായി വിജയൻ എന്ന് പേര് പറഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്തത് ആരാണ്? അങ്ങനെ ചെയ്ത ഒരാളേ ഉള്ളൂ. കടക്കൂപുറത്തെന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ വീട്ടിൽ പോയി പറയാൻ പറഞ്ഞത്, അമ്മാതിരി കമൻ്റൊന്നും വേണ്ട എന്ന് പറഞ്ഞത്, മൈക്കിനോടും മൈക്കുകാരനോടും കലഹിച്ചത്, ഇതൊക്കെ ആരാ? കേന്ദ്ര കമ്മിറ്റി അതുവരെ പേരെടുത്ത് പറഞ്ഞിരിക്കുക. ആ കാര്യം വരെ വലിയൊരു അനുസരണക്കേടിൻ്റെ കഥ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇന്നലത്തെ വീഡിയോയിൽ നമ്മളത് പരാമർശിച്ചതാ. അതായത് ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച കേസ് ഉണ്ടായപ്പോൾ പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലയിലെ സമുന്നതനായ നേതാവ് പത്മകുമാർ അതിൽ പ്രതിയായപ്പോൾ, അറസ്റ്റിലായപ്പോൾ, പലവട്ടം ജാമ്യം നിഷേധിക്കപ്പെട്ടപ്പോൾ കേന്ദ്ര കമ്മിറ്റി പറഞ്ഞ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണമെന്ന്. അനുസരിച്ചില്ല സംസ്ഥാന കമ്മിറ്റി. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നടക്കുന്ന കാര്യമാണോ ഉപരി കമ്മിറ്റി ഒരു കാര്യം പറഞ്ഞാൽ കീഴ്ഘടകം അത് അനുസരിക്കാതിരിക്കുക? എന്താണ് ഇവിടുത്തെ സംസ്ഥാന നേതൃത്വം കരുതിയത്? കേന്ദ്ര കമ്മിറ്റിയേക്കാൾ വലുതാണെന്നോ? ആ ഒരു തോന്നലാണ് ഇവിടെ പരാജയത്തിന് പ്രധാന കാരണമായത്. പിണറായി വിജയന് മുകളിൽ പാർട്ടിയിൽ ആരുമില്ല, ഒന്നുമില്ല, ആ ഒരു ചിന്ത. പത്മകുമാറിനെതിരെ നടപടിയെടുക്കണമെന്ന് പറഞ്ഞിട്ട് അതനുസരിച്ചില്ല. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാകപ്പിഴകൾ സംസ്ഥാന കമ്മിറ്റി അത് ജില്ലാ കമ്മിറ്റികളുടെ തലയിലേക്ക് വെച്ചതാ. പക്ഷേ കേന്ദ്ര കമ്മിറ്റി പറഞ്ഞ് അങ്ങനെ രക്ഷപ്പെടണ്ട, അങ്ങനെ ഒഴിഞ്ഞു മാറണ്ട, നിങ്ങൾക്കും അതിനകത്ത് ഉത്തരവാദിത്തമുണ്ട്. ഇന്നലെ വെബ്സൈറ്റിൽ വന്ന ആ റിപ്പോർട്ട് വായിക്കുമ്പോൾ ഈ പരാജയത്തിൻ്റെ ഓരോ കാരണങ്ങൾക്കും ഉത്തരവാദികളായിരിക്കുന്നത് പാർട്ടി നേതൃത്വമാണ്. ചുരുക്കി പറഞ്ഞാൽ പിണറായി വിജയനും MV ഗോവിന്ദൻ മാഷുമാണ്. എന്നിട്ടിപ്പോൾ സംസ്ഥാന സെക്രട്ടറി പറയാ എനിക്ക് മാത്രമായിട്ട് വീഴ്ചകളൊന്നും സംഭവിച്ചിട്ടില്ല, പാർട്ടി ഒന്നാകെ തിരുത്തപ്പെടുകയാണ്, ഞാൻ മാത്രമല്ലെന്ന്. ഇതെങ്ങനെയാണ് ശരിയാവുക? ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ പത്രപ്രവർത്തകർ ചോദിക്കുമല്ലോ. കാരണം അവർ തന്നെയാണ് ഇവിടുത്തെ സംസ്ഥാന കമ്മിറ്റിയുടെ അവലോകനം റിപ്പോർട്ട് ചെയ്തത്.
ഇപ്പോൾ എന്താ സംഭവിച്ചത്? അതിനെ മുഴുവൻ നിരാകരിച്ചുകൊണ്ട് അത് മുഴുവൻ തിരുത്തിക്കൊണ്ട് കേന്ദ്ര കമ്മിറ്റിയുടെ അവലോകന റിപ്പോർട്ട് വെബ്സൈറ്റിൽ വന്നിരിക്കുക. അത് പ്രത്യക്ഷപ്പെട്ട ദിവസം പത്രസമ്മേളനം നടത്തുമ്പോൾ പത്രക്കാരത് ചോദിക്കുമല്ലോ. ചോദിക്കുന്നില്ലെങ്കിൽ അവർക്ക് അവരുടെ പണി അറിയത്തില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അവർ ചോദിച്ചു, മാഷയെ പറ്റി ഇങ്ങനെയൊക്കെ ആരോപണം കൊണ്ടല്ലോ, മാഷ് ഒഴിയുന്നുണ്ടോ? ആ അർത്ഥത്തിലൊക്കെ ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത് എനിക്ക് മാത്രമായിട്ടൊരു വീഴ്ചയില്ലെന്ന്. എന്ന് പറഞ്ഞാൽ ഞാൻ പോവുകയാണെങ്കിൽ വേറെ ചിലരെയും കൊണ്ടേ പോകത്തുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം പച്ച മലയാളത്തിൽ. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം പത്രലേഖകരുടെ അടുത്ത് ക്ഷുഭിതനായെന്നാണ് ഇവിടെ CPM ബീറ്റ് നോക്കുന്ന ചില മാപ്രകൾ പറഞ്ഞത്. നിങ്ങളുടെ ഒന്നും ഓശാരം കൊണ്ടല്ല ഞാൻ പാർട്ടിയിൽ ഇത്രയുമായത്. 10ാമത്തെ വയസ്സിൽ പാർട്ടിയിൽ വന്ന ആളാണ് ഞാൻ. വേണമെങ്കിൽ നിങ്ങളുടെ പത്രസമ്മേളനത്തിൽ ചോദിച്ചപ്പോൾ എനിക്ക് നല്ല മറുപടി പറയാൻ പറ്റുമായിരുന്നു. പക്ഷേ ഞാൻ മിണ്ടിയില്ല. അതിനൊരു കാരണമുണ്ട്. അതും അദ്ദേഹം വെളിപ്പെടുത്തി ഈ അനൗപചാരികമായ സംഭാഷണത്തിനിടയ്ക്ക്. അതായത് പാർട്ടി പറഞ്ഞിട്ടുണ്ട് അങ്ങനൊന്നും വേണ്ടെന്ന്, അങ്ങനൊന്നും പറയരുതെന്ന്. പാർട്ടി എന്ന് പറഞ്ഞാൽ കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പത്രലേഖകരോടും മറ്റുള്ളവരോടും മാന്യതയോട് സംസാരിക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ പത്രസമ്മേളനത്തിൽ പറയാതിരുന്നതെന്ന് പറഞ്ഞല്ലോ. പതിവില്ലാത്ത ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ CPM-നുള്ളിൽ സംജാതമായിരിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റിയെ നിരാകരിച്ചുകൊണ്ട് കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഉണ്ടാവുന്നു. അത് വെബ്സൈറ്റിൽ പരസ്യമാക്കുന്നു, പബ്ലിക് ഡൊമൈനിൽ വരുന്നു, ആർക്കും വായിക്കാം. വെബ്സൈറ്റ് തുറന്ന് നോക്കിയാൽ മതി. പതിവില്ലാത്ത അത്. അതിന് പ്രാധാന്യം സിദ്ധിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സംസ്ഥാന കമ്മിറ്റി പറഞ്ഞതിനെ മുഴുവൻ നിരാകരിക്കുന്നു എന്നുള്ളിടത്താണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ കാരണമായിട്ട് കേന്ദ്ര കമ്മിറ്റി ചൂണ്ടിക്കാണിക്കുന്ന ആളുകളെ പാർട്ടിയിലും നിയമസഭാ കക്ഷിയിലും തലപ്പത്ത് വെച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? അതാണ് ഇപ്പോഴത്തെ ചർച്ച. വളരെ ഗൗരവമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തു നിന്ന് ഒഴിയണം. അതുതന്നെ MV ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പദം ഒഴിയണം. ആ ഒരാവശ്യം അല്ലെങ്കിൽ ആ വഴിക്കുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഇന്നലെ പത്രസമ്മേളനത്തിൽ സംസാരിക്കുമ്പോൾ MV ഗോവിന്ദൻ ഉയർത്തിക്കാട്ടിയ പരിച എന്ന് പറയുന്നത് പാർട്ടിയുടെ ഭരണഘടനയാണ്. അതായത് ഒരു സംസ്ഥാന നേതൃത്വത്തിൽ മാറ്റം വരണമെങ്കിൽ അത് ഒന്നുകിൽ സംസ്ഥാന സമ്മേളനത്തിൽ അല്ലെങ്കിൽ പാർട്ടി കോൺഗ്രസ്സിൽ അവിടെയാണ് ഉണ്ടാവേണ്ടത്. അതാണ് ഇപ്പോൾ ഒരു കാരണമായിട്ട് MV ഗോവിന്ദൻ മാഷ് പറയുന്നത്. പക്ഷേ അങ്ങനെ അല്ലാതെയും കേരളത്തിലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ മാറ്റിയിട്ടുണ്ട്. 1967 അന്ന് പ്രത്യയശാസ്ത്രപരമായിട്ട് പാർട്ടിക്കുള്ളിൽ വലിയ ഭിന്നതയുണ്ടായി. മുതിർന്ന നേതാക്കളും ചെറുപ്പക്കാരുടെ വിഭാഗവുമായിട്ട് അകൽച്ചയുണ്ടായി. അപ്പോൾ കൊച്ചിയിൽ ചേർന്ന പ്ലീനത്തിൽ, പാർട്ടിയുടെ സംസ്ഥാന പ്ലീനത്തിൽ അന്ന് സെക്രട്ടറിയായിരുന്ന CH കണാരനെ മാറ്റി AK ഗോപാലനെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി നിയോഗിച്ചു. അത് പ്ലീനത്തിലാണ്. അതിന് വകുപ്പുണ്ട് പാർട്ടിയിൽ. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങി വെച്ചപ്പോൾ തന്നെ പ്ലീനം എന്ന ആശയം വെട്ടിക്കളഞ്ഞത്, അല്ലെങ്കിൽ മുളയിലെ നുള്ളിയത്. പക്ഷെ അതുകൊണ്ട് ഇനി പ്ലീനം നടക്കില്ല എന്ന് പറയണ്ട. പറഞ്ഞല്ലോ, ഇനി ഈ എക്സ്റ്റെൻഡഡ് സ്റ്റേറ്റ് കമ്മിറ്റി, അതായത് വിപുലീകൃത സംസ്ഥാന സമിതി കോഴിക്കോട് ചേരുമ്പോൾ സെപ്റ്റംബർ 2-ാമത്തെയോ 3-ാമത്തെയോ ആഴ്ച ചേരുക. അവിടെ ചർച്ച ചെയ്യുന്നത് കേന്ദ്ര കമ്മിറ്റിയുടെ അവലോകന റിപ്പോർട്ടാണ്. അല്ലാതെ ഇവിടെ MV ഗോവിന്ദൻ മാഷും കൂട്ടരും കൂടെ എഴുതിയുണ്ടാക്കിയ സാധനമല്ല. കേന്ദ്ര കമ്മിറ്റി തിരുത്തൽ വരുത്തി പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് വെച്ചു കൊടുത്ത ആ റിപ്പോർട്ടാണ്. അപ്പോൾ ആ ചർച്ചകൾ എങ്ങനെ വരും, ഏതൊക്കെ രീതിയിൽ ഉരുത്തിരിയുമെന്ന് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. വേണമെങ്കിൽ ഒരു പ്ലീനം ചേർന്ന് തിരുത്തൽ നടപടികൾ ആവിഷ്കരിക്കണമെന്നും നടപ്പാക്കണമെന്നും ആ സമ്മേളനത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാവുന്നതേ ഉള്ളൂ. അങ്ങനെ വന്നാൽ കാര്യങ്ങൾ മാറും. കേന്ദ്ര കമ്മിറ്റിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റും. സംസ്ഥാന കമ്മിറ്റിയുടെ റിപ്പോർട്ട് എടുത്ത് ചവറ്റുകൊട്ടയിലിട്ട കേന്ദ്ര കമ്മിറ്റിക്ക് അത് സാധിക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നടക്കുന്നത്. പറഞ്ഞല്ലോ, പിണറായി വിജയനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തു നിന്ന് മാറ്റുന്നു, ഒപ്പം സംസ്ഥാന സെക്രട്ടറിയെ മാറ്റുന്നു. KN ബാലഗോപാലിനെയാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഈ വഴിക്ക് ചിന്തിക്കുന്നവർ കാണുന്നത്. അതുതന്നെ P രാജീവ് വ്യവസായ മന്ത്രിയായി ഇപ്പോൾ തോറ്റിരിക്കുക. പക്ഷേ ഇപ്പോഴും പാർട്ടിക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ
ആളുകൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ സംസാരിക്കുന്നത് രാജീവാണ്. രാജീവിനെ പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന് പാർട്ടിക്കുള്ളിൽ വലിയൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ എം പി ഗോവിന്ദൻ മാഷും കൂട്ടരൊക്കെ അത് നിഷേധിക്കും. പക്ഷേ അങ്ങനെ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ സംസ്ഥാന സെക്രട്ടറിയും പുതിയ പ്രതിപക്ഷ നേതാവും. ഇപ്പോൾ കേരളത്തിലെ നിലവിലെ സാഹചര്യത്തിൽ KPCCക്ക് ഒരു ഫുൾ ടൈം പ്രസിഡൻ്റ് ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അവിടുത്തെ സംഘടനാ സംവിധാനത്തിൽ ചില പോരായ്മകളുണ്ട്. എന്നിട്ട് പോലും ഈ സംസ്ഥാന സർക്കാരിനെ അല്ലെങ്കിൽ VD സതീശനെ നിയമസഭയിലും പുറത്തും പ്രതിരോധിക്കാൻ CPMന് കഴിയുന്നില്ല. അത്രയ്ക്ക് ദുർബലമാണ് ഇപ്പോൾ നേതൃത്വം. കാരണം പരാജയത്തിൻ്റെ ഉത്തരവാദികളായി നിൽക്കുന്നവരാ. അവർക്ക് എങ്ങനെ 102 സീറ്റുമായി നിയമസഭയിൽ ഇരിക്കുന്ന ഒരു സംവിധാനത്തെ എതിർക്കാൻ പറ്റും? ഫലപ്രദമായിട്ട് എതിർക്കാൻ പറ്റും? അതിന് പുതിയ നേതൃത്വം വരിക തന്നെ വേണം. പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി ബേബി സഖാവിനും ഇതേ അഭിപ്രായമാണുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു വലിയ ശതമാനം ആളുകൾ മാറ്റത്തിന് വേണ്ടി നിൽക്കുന്നുണ്ട്. ഈ കണ്ണൂർ ജില്ലയുടെ അപ്രമാദത്തിൽ നിന്ന് പാർട്ടിയെ രക്ഷിക്കണം. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അവമതിപ്പുണ്ടായത് കണ്ണൂരിലാണ്. പല കാര്യങ്ങളിൽ ADM നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ മുതലിങ്ങോട്ട് തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് വരെ വലിയ തോതിൽ പാർട്ടിക്ക് അപമാനമുണ്ടാക്കിയത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നടന്ന കാര്യങ്ങളാണ്. അപ്പോൾ നേതൃത്വം ഇനി പുറത്തേക്ക് വരട്ടെ. മറ്റു ജില്ലകളിലും കഴിവുള്ള നേതാക്കളുണ്ടല്ലോ, അവർ ഈ പാർട്ടി ഒന്ന് നയിച്ചു നോക്കട്ടെ എന്ന ചിന്ത കണ്ണൂരിൽ നിന്നുള്ള നേതാക്കൾക്ക് പോലും ഉണ്ട്. കണ്ണൂരിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്കുണ്ട്. അവരൊക്കെ ഇപ്പോൾ അത് സ്വകാര്യമായിട്ട് പറയുന്നുണ്ട്. സാങ്കേതികതയിൽ പിടിച്ചു നിൽക്കാനാണ് സംസ്ഥാന ഘടകം തീരുമാനിക്കുന്നതെങ്കിൽ പാർട്ടിക്ക് അങ്ങേയറ്റം ദോഷകരമായിരിക്കും. ഇപ്പോഴത്തെ ഈ വീഴ്ചയിൽ നിന്ന്, വീഴ്ച എന്ന് പറയുമ്പോൾ പരാജയം, തെരഞ്ഞെടുപ്പ് പരാജയം മാത്രമല്ല, അതിനുശേഷം സംസ്ഥാന കമ്മിറ്റിയുടെ റിപ്പോർട്ട് പാടെ നിരാകരിക്കപ്പെട്ടത്, അതിലൂടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ വിശ്വാസ്യത അപ്പാടെ ചോർന്നു പോയിരിക്കുക. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു നേതൃത്വത്തിന് എങ്ങനെ ഇപ്പോഴത്തെ ഭരണപക്ഷത്തോട് എതിരിട്ട് നിൽക്കാൻ സാധിക്കും? അതുകൊണ്ട് സംഘടനാ സംവിധാനത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി പാർട്ടിയെ ശക്തിപ്പെടുത്താനും ശുദ്ധീകരിക്കാനുമുള്ള ശ്രമങ്ങളാണ് നടക്കേണ്ടത്. അതിനെ നേതൃത്വം നൽകേണ്ടത് കേന്ദ്ര കമ്മിറ്റിയാണ്. അതായത് ഇപ്പോഴും സംസ്ഥാനത്തിലെ നേതൃത്വം പിണറായി വിജയനും MP ഗോവിന്ദൻ മാസ്റ്ററുമാണ്. അവർ മാറണ്ട എന്ന നിലപാടുകാരാണ്. ഞങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടില്ല എന്ന് വാദിക്കുന്നവരാ. അപ്പം നടപടി ഉണ്ടാവേണ്ടത് കേന്ദ്രത്തിൽ നിന്നാണ്, കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നാണ്. അത് മാത്രമാണ് ഇനി CPMന് രക്ഷപ്പെടാനുള്ള ഒരു വഴി. അവസാനമായിട്ട് ഗോവിന്ദൻ മാസ്റ്ററോട് ഒരു കാര്യം പറയാനുണ്ട്. അങ്ങ് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാന കമ്മിറ്റിയുടെ അവലോകന റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്ന്. ദയവേത് അബദ്ധങ്ങളൊന്നും കാണിക്കരുത്. ഇപ്പം തന്നെ നാണം കെട്ടിരിക്കുകയാണ്. നിങ്ങളുടെ അവലോകന റിപ്പോർട്ട് വെബ്സൈറ്റിലിടുകയും നേരത്തെ കേന്ദ്ര കമ്മിറ്റിയിട്ട റിപ്പോർട്ട് വായിക്കുകയും അത് താരതമ്യപ്പെടുത്തുകയും ചെയ്താൽ മുഖം നഷ്ടപ്പെടുന്നത് നിങ്ങൾക്കായിരിക്കും, സംസ്ഥാന നേതൃത്വത്തിലായിരിക്കും.